CPM-ന്റെ തന്നെ പ്രമുഖ നേതാവായ AN ഷംസീർ കഴിഞ്ഞ ദിവസം അതായത് ഒരു പാർട്ടിയെ വിമർശിച്ചു. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ വിമർശിച്ചു. അതായത് ഈ പറയുന്ന പോലെ 2020 പോലെ ഒരു കടുത്ത മത്സരം പ്രതീക്ഷിച്ചു. പക്ഷേ പാർട്ടി തകർന്നടിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടകളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് ഷംസീർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രതികരണം വന്നതിന് ശേഷം കുറേ പേര് ഷംസീറിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതായത് TPയുടെ അവസ്ഥ വരാതെ നോക്കണം എന്നുള്ളൊരു ഭീഷണി കൂടി. TPയുടെ അവസ്ഥ വരാതെ നോക്കണം എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഷംസീർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഷംസീറിനെ ഒരു വിമത മുദ്ര കുത്തി ഷംസീർ വിമതനായി പോയി എന്നാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഷംസീർ അടുത്ത പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ചിന്ത വേണ്ട. ഷംസീർ വിമതനായി നാളെ അല്ലെങ്കിൽ വിമതനായി മാറിയുന്നതുകൊണ്ട് നാളെ പിന്നെ ഏതെങ്കിലും ബൈ ഇലക്ഷൻ വരുമ്പോൾ അവിടെ വന്നിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള തോന്നലൊന്നും വേണ്ട. അത് നമ്മളങ്ങനെ അത് ഷംസീറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതില്ല. ഒരിക്കലും ഷംസീറിനെ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഷംസീർ നമ്മൾ പറയുന്ന പോലെ അദ്ദേഹം SFI DYFI എന്ന് പറയുന്ന സംഘടനകളിലൂടെ ശക്തമായ സാന്നിധ്യം അറിയിച്ച CPM-ലെ തന്നെ അടുത്ത തലമുറയിലെ കരുത്തനായ ഒരു നേതാവ് തന്നെയാണ് ഷംസീർ. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷംസീറിന് വ്യക്തമായ നിലപാടുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഷംസീറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അത് തന്നെയാണ്. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ അദ്ദേഹം പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നമ്മളെല്ലാവരും ഈ പറയുന്ന മാധ്യമ ലോകം ഉൾപ്പെടെ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് അറിയും. മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ചിന്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇടതുപക്ഷം ലീഡ് നേടുമെന്ന് തന്നെയായിരുന്നു. ഭൂരിപക്ഷം നേടും, ഏകദേശം ഒരു കേവല ഭൂരിപക്ഷം കടക്കും 72-75 ഇടയിൽ പിന്നെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് തന്നെ കരുതി. കാര്യം അതിനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഇടത് സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ വികസനമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അപ്പം വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസന നടപടികളെല്ലാം കേരളത്തിൽ കാര്യക്ഷമമായി പൂർത്തിയാക്കി. റോഡുകളുടെ വികസനമായിക്കോട്ടെ, ആശുപത്രികൾ, സ്കൂളുകൾ, ഇതിന്റെ എല്ലാം വികസനങ്ങളൊക്കെ നടത്തുക. അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞു പോയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവന്നു. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടുകൾ, സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുത്തു. ഇപ്പൊ പുനർഗേഹം പദ്ധതി പ്രകാരം കടൽപ്പുറത്ത് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ 10 വർഷക്കാലത്തെ സർക്കാരിന്റെ നേട്ടങ്ങളായി എണ്ണി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് CPM-കാർക്കിടയിലും അല്ലെങ്കിൽ ഈ 10 വർഷം കൊണ്ടുണ്ടായ ഒരു മങ്ങലുണ്ടാകാം എന്നുള്ള ധാരണയിലാണ് 75 വരെ സീറ്റുകൾ സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വരെയും വോട്ടെണ്ണലിന്റെ അന്ന് വരെയും പോസ്റ്റ്ലോട്ട് എണ്ണിത്തീരുന്നവരെയും എന്ന് പറയാം, പോസ്റ്റ്ലോട്ട് വരെ എണ്ണിത്തീരുന്നവരെ നമുക്ക് എല്ലാവർക്കും, CPM-കാരായിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്ക് പോലും ഇത്ര കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും പോസ്റ്റ്ലോട്ട് എണ്ണിയപ്പോഴും ഈ ഒരു മേൽക്കൈ CPM-ന് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചു. എന്നാൽ പോകെ പോകെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പിണറായി വിജയൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക്, മുഖ്യമന്ത്രിയായിരുന്ന സ്ഥാനാർത്ഥിക്ക് പോലും 5 റൗണ്ട് വരെ ഭീഷണിയായിരുന്നു. അതും തുലവും ചെറിയൊരു നേതാവിനോട് ധർമ്മടം മണ്ഡലത്തിൽ. അപ്പം അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങൾ പലയിടങ്ങളിലും CPM തകർന്നടിയുന്ന കാഴ്ച ഭയങ്കരമായി. സ്വന്തം കോട്ടയിൽ അത്രയും നാൾ പിടിച്ചടക്കി വെച്ചിരുന്ന സ്വന്തം കോട്ടയിൽ പോലും തകർന്നടിയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മലപ്പുറം നിലമ്പൂർ ഇങ്ങോട്ട് ഷംസീറിനെ എടുത്ത് പറയുന്നുണ്ട് നിലമ്പൂർ മണ്ഡലങ്ങളെ കുറിച്ച്. തളിപ്പറമ്പ്, പയ്യന്നൂര്, പിന്നെ ഇങ്ങനെ തുടങ്ങിയ മണ്ഡലങ്ങൾ. തെക്കോട്ട് വരുമ്പം അമ്പലപ്പുഴ, CPM-ന് ഉറച്ച സീറ്റുള്ള മണ്ഡലമായിരുന്നു അമ്പലപ്പുഴ. ഇങ്ങനെ പലയിടങ്ങളിലും CPM അല്ലെങ്കിൽ LDF തകർന്നടിഞ്ഞു പോയി. എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഭരണവിരുദ്ധ വികാരം ഒരു വലിയ തോതിൽ അതിനെ ബാധിച്ചിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നില്ല എങ്കിൽ തന്നെയും അതൊരു 50% മാത്രം. ഭരണവിരുദ്ധ വികാരത്തിലൂടെ കുറേയധികം വോട്ടുകൾ മറിയാം. അതുകൊണ്ട് തന്നെയാണ് 75 സീറ്റ് എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നത്. ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ട് 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനെതിരായി ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ഇപ്പോൾ UDF മുന്നോട്ട് പോകുന്നു. ഈ UDF മുന്നോട്ട് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷം കഴിയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി ഉടലെടുക്കും. ഇപ്പം ഉമ്മൻചാണ്ടി ഭരിച്ച 5 വർഷക്കാലം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് തൊട്ടടുത്ത തവണ പിണറായി വിജയൻ അധികാരത്തിൽ കയറുന്നത് 2016.
അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ കേരളത്തിൽ അലയടിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് 98 ലഭിച്ചിരുന്ന സീറ്റിൽ നിന്നും നേരെ 75 എന്ന് പറയുന്ന കണക്കിലേക്ക് പാർട്ടിക്കാർ പോലും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും എത്തിപ്പെടാനുള്ള കാരണം അത് തന്നെയായിരുന്നു. പക്ഷെ സംഭവിച്ച മറിച്ചാണ്. അട്ടപ്പടലം തകർന്ന് തരിപ്പണമായി. പാർട്ടി കോട്ടകളിൽ പോലും വിള്ളൽ വീണു. പാർട്ടി കോട്ടകൾ പോലും തകർന്നടിഞ്ഞു പോയി. ജയിക്കാൻ കഴിയുന്നില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ എങ്ങനെയോ കടന്നുകൂടി എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു വമ്പം വിജയം നേടാൻ ഒരു മുൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ തിരയുകയായിരുന്നു പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ഷംസീർ ഓർമ്മിപ്പിക്കുന്നത്. ഇതിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു 3 മാസത്തോളം പിന്നിട്ടിട്ട് പോലും ഇത്രയധികം വിമർശനം ജനങ്ങളുടേതായ അവരുടെ തീരുമാനം അവർ അറിയിച്ചു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്രയും വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷെ പാർട്ടി തിരുത്തുന്നുണ്ടോ? ഇല്ല. കാരണം പാർട്ടി തിരുത്താൻ വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ വരെ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് തരത്തിലാണ് തിരുത്തൽ വരുത്തേണ്ടത്. എന്നിട്ട് ആ നിലയിലേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആ നിലയിലേക്ക് ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിലേക്ക് ഏറ്റവും കൂടുതൽ വിമർശനം വന്നിരിക്കുന്ന ആർക്കെതിരെയായിരിക്കും? സ്വാഭാവികമായും പിണറായി വിജയനും ഗോവിന്ദൻ മാഷും. ഇവർക്ക് രണ്ടുപേർക്കെതിരെയാണ് വിമർശനം വന്നിരിക്കുന്നത്. വ്യക്തി ആരാധന വന്നു പോയെന്നേ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇത്രയൊന്നും സഹിക്കത്തില്ല. ഒരു ധാർഷ്ട്യം കലർന്ന രീതിയിലുള്ള മറുപടികൾ ജനം സഹിക്കില്ല. ഇപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകെ UDF അതേ നില തന്നെ വരും. അത് വേറൊരു കാര്യം. ധാർഷ്ട്യം കലർന്ന മറുപടി ആർക്ക് സഹിക്കില്ല. ഒരാള് പാർട്ടിക്ക് എതിരെ പ്രവർത്തിക്കുമ്പോൾ അയാളെ പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തണം. ഇവിടെ ഇപ്പം ഷംസീർ എന്താ ചെയ്യുന്നത്? ഷംസീർ പറയുന്നത് വിമർശനമാണ്, അല്ലാതെ എതിരല്ല. അത് ഇതിന് എതിരായിട്ട് കാണുമ്പോഴാണ് ടി.പിയുടെ ഗതി എന്നൊക്കെ പറയുന്നത്. ഇതിന് എതിരല്ല. പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയും ചെയ്യേണ്ടത്. നേതാക്കന്മാരെവിടെ? നമ്മളുടെ സ്വാഭാവികമായി ഉയർത്തുന്ന ഒരു ചോദ്യം, എവിടെയാണ് പാർട്ടിയിലെ നേതാക്കന്മാരുള്ളത്? ആ പാർട്ടി നേതാക്കന്മാർ തിരിച്ചു വരണം. പാർട്ടി നേതാക്കന്മാരെ കൊണ്ടുവരണം. പാർട്ടിയെ ശക്തിപ്പെടുത്തണം. പാർട്ടിയെ ക്രമേണ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അതിനു വേണ്ട ഇനി ബാറ്റൺ കൈമാറേണ്ട സമയമായിരുന്നു. ഇനി ഇപ്പോഴും ഇവർ തന്നെ പാർട്ടി തലയിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഒരിക്കലും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ഒരിക്കലും ഇരിക്കാൻ പാടില്ലായിരുന്നു. പുതിയ തലമുറയിലേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം മാറ്റി കൊടുക്കണമായിരുന്നു. അത് UDF ചെയ്തിട്ടുണ്ട്. UDF രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന 2016-21 കഴിഞ്ഞപ്പോൾ 21 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നത് വീണ്ടും രമേശ് ചെന്നിത്തല ആയിരുന്നില്ല, മറിച്ച് VD സതീശനായിരുന്നു. ആ വന്നതിന്റെ പ്രയോജനം അതുവരെ ഉണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ പറഞ്ഞു വിട്ടിട്ട് കെ സുധാകരൻ ആ സ്ഥാനത്തേക്ക്, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആൾ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിൽ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം മാറി നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം മാറി നിൽക്കാതെ വീണ്ടും ഒരു അധികാരത്തിന്റെ ഒരു ക്യാബിനറ്റ് പദവി എന്നുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ തലത്തിലേക്ക് പോവുക ചെയ്ത്. അതിന് പകരം വേറൊരാളെ എന്തുകൊണ്ട്, ഒരു ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ കുറെ കൂടെ യങ്ങറായ ഒരാളെ എന്തുകൊണ്ട് അവിടെ നിയമിച്ചില്ല? അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങി. ഇനി 5 വർഷം കൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. ഈ പറഞ്ഞ ഷംസീറിനെ പോലുള്ള ഇനിയിപ്പം എന്തിനാണ് പലരും പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം നേതാക്കളെ ഒഴിവാക്കി നിർത്തിയത്? സ്വരാജിനെ ഒഴിവാക്കി നിർത്തി, ഷംസീറിനെ ഒഴിവാക്കി നിർത്തി, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ എന്തുകൊണ്ട് ഒഴിവാക്കി നിർത്തി? ആ ഒഴിവാക്കി നിർത്തിയത് പലരും പറയുന്നത് എന്താണ്? പാർട്ടിക്കുള്ളിൽ പോലും പറയുന്നത് എന്താ? സ്വന്തം മരുമോനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ബാക്കിയുള്ള നേതാക്കന്മാരെ ചവിട്ടി താഴ്ത്തി. ഇത് പാർട്ടിയിലെ കീഴ്ഘടകങ്ങളിൽ സംസാരിക്കുന്ന അവർ പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒന്നാമത്തെ തെറ്റായിരുന്നു ചെയ്യുന്നത്. അവിടെ പിന്നെ ഇത്തവണ ഷംസീറും സ്വരാജിനെ ഒക്കെ മത്സരിപ്പിക്കണമായിരുന്നു. എന്നിട്ട് വേണമായിരുന്നു അവരെ ഇവിടെ കൊണ്ടുവരാൻ. അവർക്ക് പറ്റിയ മണ്ഡലങ്ങളില്ലേ, തളിപ്പറമ്പ് പോലെ. അവിടെ തളിപ്പറമ്പില് പിന്നെ ശ്യാമള ടീച്ചർ എന്തിനു മത്സരിപ്പിച്ചു? ഒരിക്കലും ശ്യാമള ടീച്ചറെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാനേ പാടില്ലായിരുന്നു. മത്സരിപ്പിക്കാതെ ശ്യാമള ടീച്ചറെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കാര്യം എന്താ? ഒരിക്കലും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യമാര് മത്സരരംഗത്ത് ഉണ്ടാവാൻ പാടില്ല. അവരെ മത്സരിപ്പിക്കാനേ പാടില്ല. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ TK ഗോവിന്ദൻ മാസ്റ്റർ മാറിയത്. തളിപ്പറമ്പിൽ നിന്ന് ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചതിന് കാരണം തന്നെയല്ലേ? ആർക്ക് കിട്ടേണ്ടതായിരുന്നു? ആർക്ക് ലഭിക്കേണ്ടതായിരുന്നു? CPM ലഭിക്കേണ്ട സീറ്റായിരുന്നു. അത് TK ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിക്കാരിലായ ഒരാൾക്കാണ് കിട്ടിയെങ്കിലും പോയത് UDF പയ്യന്നൂർ എന്തുകൊണ്ട് പോയി? ആ കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിക്കാൻ എന്തുകൊണ്ട് പാർട്ടി കഴിയാതെ? അവിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറി. കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നവരുടെ വീട് കത്തിക്കുക, ബൈക്ക് കത്തിക്കുക, അവിടെ അക്രമം നടത്തുക. ആ അക്രമം ഒരിക്കലും സാധാരണക്കാരെ, ആ പോയതാരാ? പാർട്ടിക്കാരെ തന്നെ. അപ്പൊ അവരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിനെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് പകരം അവിടെ അക്രമ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു. അവിടെ പയ്യന്നൂരും പോയി കിട്ടി. അമ്പലപ്പുഴ ജി സുധാകരൻ മത്സരിക്കാതിരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യണമായിരുന്നു. അത് പറ്റിയില്ല. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം അമ്പേപാളി, നേതൃത്വം പാടവം ഇല്ലാത്ത നേതാക്കന്മാർ അതിന്റെ തലപ്പത്ത് വന്നു.
അത് തിരിച്ചറിഞ്ഞിട്ട് പോലും പാർട്ടി തെറ്റിദ്ധരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു കാലത്തുണ്ടാവുക.